ന്യൂസ് 26 അതിഥിക്കൊപ്പം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. SKSSF മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി, സമസ്ത എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി, SYS സ്റ്റേറ്റ് സാരഥിയുമായ ബഹുഭാഷാ പണ്ഡിതനും പ്രഗത്ഭ വാഗ്മിയും ചിന്തകനുമായ ഓണബില്ലി മുഹമ്മദ് ഫൈസിയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ഇപ്പോൾ കൂടുതലായിട്ട് ഉസ്താദിൻ്റെ സംസാരങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയകളിലും മറ്റുമൊക്കെ കാണാറുണ്ട്. പല പ്രസംഗങ്ങളും വളരെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാറുമുണ്ട്. ഈ അടുത്ത് വളരെ ശ്രദ്ധിക്കപ്പെടുകയും എന്നാൽ ചിലർക്ക് വിവാദമാക്കാൻ ശ്രമിക്കുകയും ചെയ്തൊരു പ്രസംഗ ശകലമുണ്ട് സുഹാബികളുമായി ബന്ധപ്പെട്ട്. സത്യത്തിൽ ഉസ്താദ് എന്താണ് സുഹാബി എന്നുള്ളത് കൊണ്ട് ഉസ്താദ് മനസ്സിലാക്കുന്നത് എന്താണ്? ഉസ്താദിന് അതിനെക്കുറിച്ചുള്ള വീക്ഷണങ്ങൾ. ഞാൻ മനസ്സിലാക്കിയതല്ല, ഞാൻ കേട്ടതും. പിന്നെ ഇങ്ങനൊരു പദം നമുക്കൊക്കെ പരിചിതമാവുന്നത് റഹ്മത്തുള്ളാഹി ഖാസിമി മൂത്തേടത്തിൻ്റെ പ്രസംഗത്തിലാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം ഉപയോഗിച്ച ശൈലി, അതായത് അദ്ദേഹം അത് വാദിച്ചു കൊണ്ടുവന്നതിൽ ഞാൻ പറഞ്ഞ ചിലതുണ്ട് എന്ന് പറഞ്ഞാൽ ജാമിഉൽ അസ്ഹറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അതിനെ വഹാബി മൂവ്മെൻറ്റിൻ്റെ ഭാഗമാക്കിയിട്ടുള്ള. ജാമിഉൽ അസ്ഹർ എന്ന് പറയുന്നത് വലിയ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ച ഒക്കെ ഉള്ള ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ്. ഒരു പഴയകാലത്തെ ദർസ് പിന്നെ വലിയ യൂണിവേഴ്സിറ്റി ആയതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംവിധാനത്തിൽ ഒരുപക്ഷെ നമ്മളിപ്പോൾ കേരളീയ സാഹചര്യത്തിൽ നിന്ന് ആലോചിക്കുന്ന സ്വഭാവത്തിലൊന്നും അല്ലാത്ത ആളുകളുണ്ട്. പക്ഷേ വലിയ മഹാന്മാരൊക്കെ അവിടെ പഠിച്ചവരാണ്. ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് മഹാനായ സരിതങ്ങൾ, അതുപോലെ തന്നെ സെയ്ദ് മുഹമ്മദ് ഷിഹാബ് തങ്ങൾ, ഇങ്ങനെ തുടങ്ങി, അതുപോലെ തന്നെ കോഴിക്കോട് വലിയ ഖാദി, ഇങ്ങനെ തുടങ്ങി ഒരുപാട് മഹാന്മാരായ ആലിമീങ്ങൾ പഠിച്ചു വന്ന സ്ഥലമാണ്. ഇത് അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞിട്ട് അവസാനം ജാമിഉൽ അസ്ഹറിലേക്ക് ആളെ വിടുന്നു, ദാറുൽ ഹുദ ജാമിഉൽ അസ്ഹറിലേക്ക് ആളെ വിടുന്നു. അതുകൊണ്ട് ജാമിഉൽ അസ്ഹറിലേക്ക് വിടുന്നവർ സുഹാബികൾ എന്നാണ് അതിൻ്റെ അവസാനത്തെ ഇക്വേഷൻ വരുന്നത്. ഇപ്പോൾ ചിലർ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ്. അത് പറഞ്ഞത് നമ്മൾ കണ്ടതുമാണ്, അതിൻ്റെ വീഡിയോ കണ്ടതാണ്. ഈ ഒരു രീതിയിൽ വന്ന സാധനത്തെയാണ് പിന്നെ പലരും ഇത് ഉപയോഗിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അതിലൊരു പ്രശ്നം ഞാൻ കണ്ടെന്താ വെച്ചാൽ, ഈ ജാമ്യക്ക് നേരെ ഇത്തരം ഒരു ആരോപണം, ദാറുൽ ഹുദക്ക് നേരെ ഇത്തരം ആരോപണം എങ്കിൽ പിന്നെ അത്തരം ഒരു ആരോപണത്തിൻ്റെ കുന്തമന എന്തുകൊണ്ട് നമുക്കങ്ങനെ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടൊന്നുമില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ കേരളത്തിലെ ഇതര സംഘടനകളെ ആ രീതിയിൽ വിമർശിക്കുന്ന ആ ഒരു ശൈലി കുറച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ എന്നാൽ യാഥാർത്ഥ്യങ്ങളായിട്ട് നിൽക്കണമല്ലോ. ഇപ്പോൾ എന്തുകൊണ്ടാണ് 89 പ്രശ്നം ഉണ്ടായിരുന്ന ചോദ്യത്തിന് ഒന്നും ഉണ്ടായില്ല എന്നിപ്പോൾ പറഞ്ഞ ചരിത്രപരമായ ഒരു തമസ്കരനാണ്. അതാണ് ഇപ്പോൾ നടക്കുന്ന ചിലരുടെ അടുത്ത്. അതേസമയം 89 ഇന്നതാണ് കാരണങ്ങൾ, ഇന്ന ആളുകളാണ് അതിലെ പ്രതികൾ എന്ന് തന്നെയാണ് നമ്മൾ ചരിത്രപരമായി വായിക്കേണ്ടത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇവിടെ മറ്റ് സംഘടനകളുടെ പ്രത്യേകിച്ച് മർക്കസ് അതുപോലെ തന്നെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ജാമിഉൽ അസ്ഹറിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. ജാമിഉൽ അസ്ഹറിലേക്ക് പോകുന്നത് അത്രയല്ല അങ്ങനത്തെ ഒരു രീതിയിൽ കാണുന്നില്ല. ഇപ്പോൾ ഹക്കീം അസ്ഹരി അങ്ങനെ തുടങ്ങിയിട്ടുള്ള എത്രയോ ആളുകൾ, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തല്ല, അതായത് അങ്ങനെ വരുന്ന ആളുകൾ എത്രയോ. അപ്പോൾ പക്ഷേ ഇങ്ങനെ ഒരു പ്രത്യേക ഉന്നം വെച്ചുകൊണ്ട് ഇവിടെ തന്നെയാണ് നടക്കുന്നതെന്ന് വരുത്തി തീർത്തിട്ടാണ് സുഹാബി എന്നുള്ള പദം വന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വായിച്ചെടുക്കുന്ന ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും, കേരളത്തിലെ സമസ്തയുടെ അഭിമാന സ്തംഭങ്ങൾ, കേരളം ഈ പുറത്തേക്ക് കൂടുതൽ അറിയപ്പെട്ടതിൽ പോലും ജാമ്യയുടെയും അതുപോലെ തന്നെ ദാറുൽ ഹുദയുടെ ഒക്കെ പ്രാധാന്യം ചെറുതല്ല. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ അവമതിക്കുന്നത് ആരുടെ താല്പര്യമാണ്? അതൊരു ചർച്ചയാക്കേണ്ടതല്ല, ആരുടെ താല്പര്യമാണ്? ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പലപ്പോഴും മുഴച്ചു തന്നൊരു കാര്യം എന്ന് വെച്ചാൽ ജാമിയ അപമാനിച്ചു, ദാറുൽ ഹുദയെ അപമാനിച്ചു, ദാറുൽ ഹുദയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ അപമാനിച്ചു, ഈവൻ സമസ്തയെ അപമാനിച്ചു. സമസ്തയിലെ 34 കൊല്ലമായിട്ട് ഇവിടെ സുന്നത്ത് പറയാൻ ഒറ്റെണ്ണം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഷംസുൽ ഉൾപ്പെടെയുള്ള മഹാന്മാരെയൊക്കെ അപമാനിച്ചു, നാട്യ ഉസ്താദിനെ പോലത്തെ വലിയ വലിയ മനുഷ്യന്മാരൊക്കെ അപമാനിച്ചു. മാത്രമല്ല അത് പഴംപൊരി നിന്ന് പോകണ കുറേ താടിവാലന്മാരാന്നുള്ള രൂപത്തിൽ തന്നെ സംസാരിച്ചു. പിന്നെ അദ്ദേഹം സംസാരിച്ചു, അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ട. ചിലർ കുറച്ച് മുമ്പ് വലിയ വലിയ പരാമർശങ്ങൾ ഉണ്ടാകും. ചിലർ പറഞ്ഞാൽ അദ്ദേഹത്തിന് സിഹറാണ്, അതുകൊണ്ടാണ്. ഞാനെന്ന് പറഞ്ഞു അങ്ങനെ സിഹറാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ചികിത്സിക്കാനുള്ള വല്ല പദ്ധതിയും കാണാം. കാരണം അദ്ദേഹം വലിയൊരു പണ്ഡിതനാന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. എന്ന് വെച്ചാൽ അദ്ദേഹം കുറേ അധികം റെഫർ ചെയ്യുന്ന ആളാണ് ആ നിലക്ക്. പക്ഷേ സമുദായത്തിൻ്റെ പൊതു താല്പര്യത്തിനും പ്രത്യേകിച്ച് സുന്നത്ത് സമസ്തയുടെയും മുന്നേറ്റത്തിന് തടസ്സാവുന്ന വാദം പറഞ്ഞാൽ നമുക്ക് അതിനെ എതിർക്കേണ്ടി വരും. ഈ വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇത്തരം വാദങ്ങളൊക്കെയാണ് അദ്ദേഹം നേരത്തെ മുതൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ സമസ്തയുടെ അഭ്യന്തരമായ സമസ്തയുടെ പ്രസിഡന്റ്, അവരുടെ കാലം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സുഹാബി, പിന്നെ കഴിഞ്ഞാൽ വഹാബി എന്നൊക്കെ പറഞ്ഞാൽ സമസ്ത എന്ന് പറയുന്ന ഒരു ആശയധാരയുടെ അടിസ്ഥാനപരമായ മർമ്മം തകർന്നില്ലേ? എന്നുവെച്ചാൽ ആരെങ്കിലും ഒരാളിൽ മാത്രം നിക്ഷിപ്തമാകുന്ന, അത് കഴിഞ്ഞാൽ പിന്നെ അത് തകർന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആശയധാരക്ക് അത്രയുള്ള ബലവും കരുത്തുള്ളൂ എന്നല്ലേ അത് വരാം. അത് വലിയ അപകടമല്ലേ?
അത് ചെറിയ കാര്യമൊന്നുമല്ലോ. നമ്മൾ ഒരാളിലേക്ക് ചുരുക്കി കെട്ടിയതല്ല ഈ പ്രസ്ഥാനത്തെ, അങ്ങനെ സംഭവമില്ല. പക്ഷേ ഇതിൽ വന്ന എല്ലാവരെയും ബഹുമാന്യരാണ്, എല്ലാവരും നമ്മുടെ മുമ്പിൽ ബഹുമാന്യരാണ്. അത് ഷെയ്ഖുന ശംസുൽമ, അതുപോലെ കണ്ണിയത്ത് ഉസ്താദ്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ മഹാരഥന്മാരെയും, വഫാത്തായി പോയവർ ചെർഷിൽ ഉസ്താദ്, നബറുല്ലാഹു മറാഖിദ്, ഇവരെല്ലാവരും അങ്ങനെ തന്നെ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും അങ്ങനെ തന്നെയാണ്. അതല്ലാതെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകുമ്പോൾ, അപ്പോൾ ഇപ്പോൾ തന്നെ ഇപ്പോൾ സമസ്തയിലുള്ള വലിയ മുഷാവറന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ സുഹാബിയാണെന്ന് മുദ്രകുത്തപ്പെടുന്നു. അപ്പോൾ സംശയത്തിൻ്റെ അത്തരം ഊഹങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രഭാഷണങ്ങളിലൂടെ കൊണ്ടുവന്ന ഒരു ഉന്നം യഥാർത്ഥത്തിൽ സമസ്ത പോലത്തെ ഒരു വലിയ സംഘശക്തിയെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വന്നു. അത് ഏറ്റുപിടിക്കാൻ ശ്രമിച്ചാൽ അത് എത്രയോ വലിയ അപകടമാണ്. ആ ഏറ്റുപിടിക്കലാണ് ചിലർ ആ പദപ്രയോഗം കൊണ്ട് നടത്തിച്ചത്. എന്നിട്ട് പിന്നെ അതിന് വേറെ വ്യാഖ്യാനം വന്നു, സു പ്ലസ് വഹാബി, സുഹാബി, അത് സുവ്യക്ത വഹാബി എന്നൊക്കെ അങ്ങനെയൊക്കെ അർത്ഥം വെച്ചു കൊടുക്കി. അപ്പോൾ അങ്ങനെയൊക്കെ അർത്ഥം വെച്ചാൽ ഇതുകൊണ്ട് ഉണ്ടാവുന്ന നഷ്ടം അതിന് തകരാറാണ്. അപ്പോൾ ചിലർ എന്നോട് പറഞ്ഞു മരക്കുറ്റി എന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞത് ഷജറ എന്ന് പറഞ്ഞാൽ മരം എന്നല്ലാണ്ട് ഇപ്പോൾ മലയാളത്തിൽ വേറെ അർത്ഥം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തന്നെയാണ്. അതിലിപ്പോൾ തൊയ്യബായ മരായാലും ഹബീസായാലും മരായാലും എന്തിനേലും അർത്ഥമൊക്കെ അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ചില മരം ഉണ്ടെങ്കിൽ അത് മോശമാണെങ്കിൽ പിന്നെ അത് വേറോടെ പോകണമല്ലോ, അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതൊരു ആശയധാരയുടെ പ്രശ്നമല്ലല്ലോ, ഇതൊരു ആശയ പ്രശ്നമാണ്. ഇതൊരു ആശയപരമായി അതായത് സമസ്തയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ അവിടെ വളരെ ബലവത്തായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ വരെ സുഹാബികളാണെന്നല്ലേ എൻ്റെ അർത്ഥം. അതിനുശേഷം വരുന്നവർ വഹാബികളാവുന്നതിന് അപ്പം പറഞ്ഞ ആ സംഘടനയുടെ ആശയപരമായ ബലത്തെ ചോദ്യം ചെയ്യാല്ലേ. സമസ്തൻ്റെ ഇതുവരെയുള്ളൊരു പാരമ്പര്യം ഒരു കാലം കഴിഞ്ഞാൽ പിന്നെ ഇതുവരെ ഉണ്ടായിരുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ നിന്ന് അടുത്തൊരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ വഹാബിസത്തിലേക്കാണ് പോകുന്നത്. ഒരു വലിയ അബദ്ധമല്ല, സമസ്തയെ അപമാനിക്കലാണ്, സമസ്തയുടെ അസ്തിത്വപരമായ ആശയധാരയെ അപമാനിക്കണ പണിയാണ്, മുസ്ലിങ്ങളെ മൊത്തത്തിൽ ചോദ്യം ചെയ്യലാണ്. അപ്പം അന്നലയിൽ അദ്ദേഹത്തെ ചില സമയത്ത് ഒരു എന്താ പറയാ, ഞങ്ങൾ യാതൊരു ഒന്നുമില്ല, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവിടെ ഉണ്ടാവും. ഞാൻ തന്നെ ചില പരാമർശങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ പിന്നെ ഫേസ്ബുക്കിലൊരു ഇതിട്ടപ്പോൾ ചില പ്രമുഖന്മാരെന്നെ വിളിച്ചു. അത് ആദ്യം എന്നെ അദ്ദേഹം ആ വിളിച്ച ആൾ എന്നെ ആദ്യം പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യം, അയാളങ്ങനെയാണ്, അയാളെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളൂല, എന്നാലും തൽക്കാലം ഇപ്പം എഴുതിയത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അയാളെ സത്യത്തിൽ അയാളും കൂടി ആ കാര്യം മനസ്സിലാക്കണം, അദ്ദേഹവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തെ ഒരു തരം ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് മന്തിക്കാന്ന് പറഞ്ഞ പരിപാടി ഇവരിൽ ആരൊക്കെ കൂടി ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ പറയപ്പെട്ട എല്ലാവരും എനിക്കറിയാം, ഇവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളുമാണ്. അവരോട് സംസാരിക്കുമ്പോൾ അവരെ ഡിസോൺ ചെയ്യാണ് ചെയ്യണേ, അതായത് ഞങ്ങളെല്ലാം എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ തലയിൽ മുണ്ടിട്ട പോലെ അവിടെ പോയി അവിടെ ഇരിക്കണേ കാണാം. ഇപ്പം നമുക്ക് പല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതെന്തിനാണ് അങ്ങനത്തെ ഒരു രീതി ഉണ്ടാക്കുന്നതിന്? അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കുന്നു, പക്ഷേ അദ്ദേഹം ഇപ്പോൾ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസംഗങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചാൽ മതി, എപ്പോഴെല്ലാം മനസ്സിലാവും. ഇപ്പോൾ ബാഫക്കി തങ്ങൾ MK ഹാജിയും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചും തിരൂരങ്ങാടി യത്തീംഖാനക്ക് തറക്കല്ലിട്ടതിനെ കുറിച്ചൊക്കെ പറയുന്ന, ശിഹാബ് തങ്ങൾ വഹാബ് സാഹിബിൻ്റെ പള്ളിയുടെ ഉദ്ഘാടനത്തിൽ പോയ കഥ പോലും പറയുന്ന, അദ്ദേഹം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന പലതും ഇതും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹം അത് നേരത്തെ എൻ്റെ ചരിത്രപരമായ വസ്തുതാപരമായ എൻ്റെ തെറ്റായിരുന്നോ എന്നെങ്കിലും പറയാനുള്ള മര്യാദ കാണിക്കണം. അതുപോലും ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ. അപ്പം ഇത് അപകടകരമായ ഒരു പ്രത്യേക ആശയത്തിലേക്ക് ഈ ജനതയെ, ഇങ്ങനെ തമ്മിലടിക്കാതെ നിൽക്കേണ്ട ഒരു ജനതയെ, അതായത് സയ്യിദുമാരും ഉമറാക്കളും ഒരുമാക്കളും എന്ന സമസ്തയുടെ മനോഹരമായ ഒരു കാലത്തെ ആ തുടർത്തിപ്പോരേണ്ട ഒരു പാരമ്പര്യത്തെ ഇല്ലാതാക്കുന്ന ശൈലിയിലേക്ക് കൊണ്ടുപോകാണ്. അപ്പോൾ ഇവർ വേറെ ചില കാരണങ്ങളൊക്കെ പറയുന്നു. ഞാൻ പറഞ്ഞ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വലിയ അതിനേക്കാൾ ഭീകരമായ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കെ ഉസ്താദും ഷെയ്ഖുന ശംസുൽമയും തമ്മിലൊക്കെ നല്ല തർക്കങ്ങൾ ഉണ്ടായ സമയത്ത് ഷെയ്ഖുനക്ക് എതിരായിട്ട് എഴുതിയ കത്ത്, നമുക്കറിയുന്ന ചില പ്രമുഖരായ നേതാക്കൾ എഴുതിയ കത്ത് നമ്മുടെ കയ്യിൽ. ഞാൻ പറഞ്ഞത് അതിൻ്റെ കർത്ത് എന്താ വെച്ചാൽ അതൊക്കെ എതിരായി എഴുതിയെന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞാണ്, അല്ലാണ്ട് വേറെ മോശമായിട്ട് എഴുതിയെന്നല്ല. അപ്പോൾ ആ അഭിപ്രായ വ്യത്യാസങ്ങളെ പ്രകടിപ്പിക്കാൻ അവർക്ക് അന്ന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ പറയുന്നതോടുകൂടി അങ്ങനെ ഇയാൾ ഇന്ന ആളാണ് അല്ലെങ്കിൽ സമസ്ത വിരുദ്ധനാണെന്നൊക്കെ പറയേണ്ട അർത്ഥം എന്താ? അഭിപ്രായ വ്യത്യാസങ്ങളെ വളരെ നന്നായി തീർക്കാനുള്ള ഒരു ഡിപ്ലോമാറ്റിക് വേ, എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഡിപ്ലോമാറ്റിക് വേ രൂപീകരിച്ച് കൊണ്ട് തീർക്കേണ്ട കാര്യങ്ങളെ പൊതുനിരത്തിലല്ല ചർച്ച ചെയ്യേണ്ടത്, അത് അകത്ത് ചർച്ച ചെയ്യണം. അകത്തിനി നമ്മൾ പരസ്പരം തമ്മിൽ വർത്താനം പറഞ്ഞ് വാഗ്വാദമായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവിടെ മാത്രമേ അത് പാടുള്ളൂ എന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ ഒരു അമാന്യമായ രീതിയിലേക്ക് പോകുന്നുണ്ട്. തീർച്ചയായും പോകുന്നുണ്ട്. അതായത് നല്ല ഭാഷ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഈ നല്ല ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രതീക്ഷിക്കുന്ന പണ്ഡിതന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ശൈലി ഉണ്ടല്ലോ,
അത് നമ്മൾ സൂക്ഷിക്കണ്ടേ? ആ സൂക്ഷിക്കാതെ പോകുന്ന ഒരു ശൈലിയിലേക്ക് പോയാൽ ഇത് നമ്മുടെ മൊത്തത്തിൽ, അതിപ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രമല്ലോ, എല്ലാവരുടെയും കഥ കഴിഞ്ഞാൽ സമൂഹത്തെ പിന്നെ ആരാ പിടിച്ചു നിർത്തുക? ഇതിപ്പോൾ സംഭവിക്കാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തർക്കിച്ച് ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന വഴി എല്ലാവരുടെയും മാന്യത ഒരുപോലെ ഇങ്ങനെ പിച്ച് ചിന്തപ്പെടുന്നു. അങ്ങനെ പിച്ച് ചിന്തപ്പെട്ടിട്ടുണ്ടായിത്തീരുന്ന അവസാനത്തെ പരിണിതി ആരെയും കേൾക്കാൻ ഇനി വരുന്ന ജനറേഷന് സാധിക്കാതെ പോകും. ഇതൊരു അപകടകരമായ സാഹചര്യമാണ്. അതായത് ഇതിൽ ഇവർക്ക് പോലും ധാർമ്മികമായിട്ടുള്ള ഒന്നുമില്ല എന്നോ അല്ലെങ്കിൽ വിശ്വാസപരമായ ദാട്ടില്ല എന്നോ പരസ്പരം പഴിഞ്ഞാരി പറഞ്ഞു തീർത്താൽ ഒരു തലമുറ ഇതിനൊക്കെ വിട്ടുപോകും. അല്ലെങ്കിലേ തന്നെ വിട്ടുപോവുകയാണ് പലതരത്തിൽ. ചിലരൊക്കെ എത്തിക്സായി അങ്ങനെയൊക്കെ പോകുന്നു, പിന്നെ എത്തീസ്റ്റുകളായി പോകുന്നു. അങ്ങനെ ആ രീതിയിലുള്ള മതനിരാസവും അധാർമികതയൊക്കെ വളരുന്നു. ഒപ്പം ഇനി ഇവരൊന്നും കേട്ടിട്ട് നമുക്ക് പരലോകം കിട്ടുമെന്നുള്ള വിശ്വാസമില്ല എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് തന്നെ വളരെ കൃത്യമായിട്ട് അറിയാം, നമ്മുടെ പത്രത്തിൻ്റെ തന്നെ ഡയറക്ടർ ബോർഡിൽ ഞങ്ങളൊക്കെ കൊണ്ടുവന്ന നമുക്കൊക്കെ SKSF-ൻ്റെ പിന്നെ 25ാം വാർഷിക ഘട്ടത്തിലൊക്കെ ഒരുപാട് സംഭാവന ചെയ്ത, ചെറിയ സംഭാവനയൊന്നുമല്ല, ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ കയ്യിലേക്ക് എടുത്തു തന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതെന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യം, ചിലപ്പോൾ ഒക്കെ ഇപ്പോൾ വാട്സപ്പിലൊക്കെ കേട്ടത് കാര്യമാണ്. അതായത് ഇത് വെച്ചിട്ട് ഇനിയിപ്പോൾ എനിക്ക് ഈ വണ്ടി കയറിയാൽ സ്വർഗത്തിൽ പോകാൻ പറ്റില്ല എന്ന്. അത് അദ്ദേഹത്തിൻ്റെ ഒരു വികാരമാണ്. അദ്ദേഹം അത് പറയണത് നമ്മളതിനെ ഒരു പ്രമാണമായിട്ട് എടുക്കാനല്ല, മറിച്ചൊരു വികാരമാണ്. ആ വികാരം നമ്മുടെ സമൂഹത്തിലെ പലരിലേക്കും വന്നു പോയാൽ ഇത് ചിതറിപ്പോകുന്ന ഒരവസ്ഥയിൽ നാളെ ആരെയും കേൾക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് എല്ലാവരുടെയും കൂടിയുള്ള നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അല്ലെങ്കിൽ പണ്ഡിതന്മാരെ പുറത്തിട്ട് ആളുകൾ അപഹസിക്കുന്ന, നിങ്ങളെ നേതൃത്വത്തിന് പറ്റില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് കൗമത്തും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ മോശക്കാരനാണ് എന്നൊക്കെ പറയുന്ന അവസ്ഥയുള്ളൂ സമൂഹത്തിൽ. പിന്നെ മുസ്ലിം സമുദായത്തിൻ്റെ കേരളത്തിൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ പാണക്കാട് അല്ലെങ്കിൽ സയ്യിദന്മാർ, ഉമറാക്കൾ, ഉലമാക്കൾ, ഈ ത്രയങ്ങളാണ് പിന്നെ സമുദായത്തെ നിയന്ത്രിച്ചു പോരുന്നത്. അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇതേപോലെ പിന്നെ സുഹാബി എന്നോ അല്ലെങ്കിൽ മറ്റോ പേരൊക്കെ ഇട്ടുകൊണ്ട് വിളിക്കുന്നതിൽ അവരുടെ താല്പര്യങ്ങൾ എന്തായിരിക്കും? എന്തായാലും എനിക്ക് നല്ല താല്പര്യമായിട്ട് തോന്നണില്ല. ആ സമുദായത്തിൻ്റെ ശത്രുക്കളിൽ ആരോ ഇവർക്കായി എവിടെയോ നിന്ന്, അത് ഇവരറിഞ്ഞോ അറിയാതെയോ അങ്ങനെ പറയുന്നവർക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാക്കുകയും അവരെ കൃത്യമായി തന്നെ അവരാലോചിക്കുന്ന കെണിയിലേക്ക് ഇവരെ പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കണത്. ഇത്തരം ചിന്തകളിലേക്ക് പോകുന്ന ആരും എന്താണെന്ന് വെച്ചാൽ ഈ 3 ഘടകങ്ങൾ കൂടി തന്നെയാണ് സമുദായം ഇതുവരെ പോയത്, സമസ്തയും മുന്നോട്ട് പോയത്. അങ്ങനെ ചിത്രതയിൽ മുതലെടുക്കുന്നവരുണ്ട് എന്നർത്ഥം. ചിത്രയിൽ ശത്രു മുതലെടുക്കുന്നുണ്ട്, വളരെ കൃത്യമായി മുതലെടുക്കുന്നുണ്ട്. കാരണം ശത്രുവിന് ഒന്നും കിട്ടിയില്ലെങ്കിൽ 10 ആളെങ്കിലും വസ്വാസാക്കാൻ പറ്റിയാൽ തന്നെ അത് മതിയാവും. അല്ലെങ്കിൽ ഒരു ലാഭവും കിട്ടിയില്ലെങ്കിൽ, പല ലാഭവും കിട്ടിയില്ല എന്നുള്ള പല തെരഞ്ഞെടുപ്പുകളിലും കിട്ടിയ മനസ്സിലാക്കിയ ഒരു ഫലമാണ്. എന്നാൽ പോലും ഈ എന്തെങ്കിലും ഒരു വസ്വാസം ഉണ്ടാക്കിയാൽ തന്നെ അത് ലാഭമാണല്ലോ. ആ ലാഭം സമുദായ ശത്രുക്കളും സമുദായ രാഷ്ട്രീയമായിട്ട് സമുദായത്തെ ഇപ്പോൾ നിലനിർത്തുന്ന മുസ്ലിം ലീഗ് പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ശത്രുക്കളും, അങ്ങനെ തന്നെ പറയാൻ പറ്റും. മുസ്ലിം ലീഗിൻ്റെ കൂടി ശത്രുക്കൾ കൂടി അത് ശക്തമായി ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമം വിജയിക്കാതെ പോകുന്ന ഒരു ജനതയുടെ കാവലുണ്ട്. അതുകൊണ്ടാണ് നിലവിലത് വിജയിക്കാതെ പോകുന്നത്. പക്ഷേ അതിൻ്റെ ഈ ഒരു ചെറുതാണെങ്കിലും ഉണ്ടാകുന്ന തിരയിളക്കം ഈ സമുദായത്തിന് മുന്നോട്ട് പോകാൻ പല ആൾക്കും അതിൻ്റെ വേഗം കുറയും. വേഗം കുറയുന്നത് പോലും നമുക്ക് അപകടമാണ്. അത്ര വേഗതയിൽ മുന്നോട്ട് പോകേണ്ട സമയത്ത് അതിൻ്റെ വേഗം കുറയാണ് പല നിലയിൽ. ഇപ്പോൾ നമ്മുടെ തന്നെ പല കമ്മിറ്റികൾ, നമ്മുടെ സംഘടനാ സംവിധാനങ്ങൾ, ഇതൊക്കെ പലപ്പോഴും ചിലയിടത്ത് അറച്ചു നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകും. ആ അറച്ചു നിൽക്കൽ പലപ്പോഴും നമ്മുടെ എത്രയോ സംരംഭങ്ങളെ ബാധിക്കും. വലിയ അപകടകരമായൊരു സാഹചര്യം. 10 കൊല്ലം നമ്മൾ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ആ 10 കൊല്ലം നമ്മൾ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നൊരവസ്ഥയായിരിക്കും. തിരിഞ്ഞു നോക്കുമ്പോഴേ ആ 10 കൊല്ലത്തെ നഷ്ടം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് മനസ്സിലാവില്ല. അത് അപകടമാണ്. കാരണം ഇത്ര വേഗം യാത്ര ചെയ്യുന്നൊരു സമൂഹമാണ് നമ്മുടേത്. സമസ്ത ഇവിടെ ഭയങ്കരമായ വിപ്ലവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. അതിന് പല ഉപഘടകങ്ങളും സഹായകമായിട്ടുമുണ്ട്. പ്രധാനപ്പെട്ട ഒരു ഉപഘടകമാണ് ഉമറാക്കളെയും ഉലമാക്കളെയും ഒന്നിപ്പിക്കുന്ന നമ്മളുടെ SMF-ൻ്റെ പ്രവർത്തനങ്ങളോട് വിമുഖത പുലർത്തിയിട്ടോ അല്ലാതെ അതിൻ്റെ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ SMF-ൻ്റെ തെരഞ്ഞെടുപ്പ് നടന്നത് നിയമാനുസൃതമല്ല എന്നുള്ള ഒരു രീതിയിൽ ഒരു ഛിദ്രത അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് എന്താണ്? ഒന്നാമത്തെ കാര്യം, അങ്ങനെ നിയമപരമല്ലെങ്കിൽ ആ നിയമപരമല്ലാത്ത അതേ വഴിയിൽ ഇപ്പോൾ ഇതേ വാദം ഉന്നയിക്കുന്നവർ പോലും മേഖലാതലങ്ങളിൽ പ്രസിഡന്റുമാരായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഉദാഹരണത്തിന് ഹമീദ് ഫൈസി അമ്പലക്കടവ്, നമുക്ക് അദ്ദേഹത്തെ വേറെ വിരോധമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ഉൾപ്പെടെ ഈ വാദം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം തന്നെ പ്രസിഡൻ്റായിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതായത് അതേ മാനുവൽ ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അവിടെ അദ്ദേഹത്തിനെ പ്രസിഡൻ്റാക്കാൻ തീരുമാനിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ച
ഒരു വിഭാഗം സമസ്തയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത്, അതുകൊണ്ട് അത് ചെയ്തു. അപ്പോൾ അത് ജനാധിപത്യപരമായിരുന്നുണ്ടെങ്കിൽ ശരിയല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം തന്നെ ഉണ്ടാവില്ല. അതെ. അല്ലെങ്കിൽ അതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനത്തെ മേഖല ജില്ലാ തലങ്ങളിൽ തന്നെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെയുള്ളവർ അയോഗ്യരാണെന്ന് പറയേണ്ടി വരുന്ന മാനുവലാവില്ല സ്വാഭാവികമായിട്ട് വരാം. അപ്പോൾ ആ മാനുവൽ പ്രകാരം വന്നില്ല എന്നാണെങ്കിൽ ഇവരാരും തന്നെ വരാൻ പാടില്ല. പിന്നെ വന്നു എന്ന് പറയുന്ന ഈ മറ്റുള്ള സ്ഥലങ്ങളിൽ ഒരു പ്രത്യേക കാഴ്ചപ്പാടുകാർക്കാണ് കൂടുതൽ ഭൂരിപക്ഷം എന്ന് പറയണമെങ്കിൽ ഈ കാഴ്ചപ്പാടെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതുവരെയുള്ള പാരമ്പര്യ സ്വഭാവം അനുസരിച്ച് എല്ലാവരും ഉണ്ടാവുന്ന കാഴ്ചപ്പാടാണെങ്കിൽ ആ കാഴ്ചപ്പാടിനാണ് കൂടുതൽ മുൻതൂക്കം കിട്ടിയത് ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മഹല്ലുകൾക്കിടയിൽ, പ്രത്യേകിച്ച് മഹല്ല് ഭാരവാഹികൾക്കിടയിൽ. ഭാരവാഹികളൊക്കെ പണ്ടേ മുതലേ തന്നെ അവരിൽ കൂടുതലും ലീഗും അതുപോലെ തന്നെ സമസ്തയായിരിക്കും. പഴയ 89 സ്വഭാവം ഉണ്ടായിരുന്നു. അതായത് സമസ്തക്കാരാണോ അവർ ലീഗുകാരാണെന്ന് പറയാം. അതായത് ലീഗ് ഗുണ്ടകൾ എന്നാണ് മഹല്ലിലെ ഭാരവാഹികൾ തമ്മിലുള്ള തർക്കത്തിലൊക്കെ പറയല്. ഈ സിറാജ് പോലുള്ള അതേ ശൈലി ഇപ്പോൾ ഉപയോഗിക്കുന്നു. പക്ഷേ ഇത് സ്വാഭാവിക അതിൻ്റെ ഒരു ജനിതക സ്വഭാവമാണ്. എന്ത് മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകരായിരുന്നു, സമസ്തയുടെയും പ്രവർത്തകരായിരുന്നു. അങ്ങനെ തന്നെയാണ് മലബാറിലെ ഏറിയ ഭൂരിപക്ഷം വരുന്ന മഹല്ലുകളുള്ളത്. സ്വാഭാവികമാണ്. അതൊക്കെ നിലനിർത്തുന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പുകളിലും SMF ആ നിലക്കുള്ളത് വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം അവർ മറ്റേതെങ്കിലും ആശയധാരയിലുള്ള ലീഗുകാരാണെന്നുള്ള അർത്ഥത്തിലൊന്നും പറയാൻ പറ്റില്ല. കാരണം സമസ്തക്കാരായ, സമസ്തയെ ഇഷ്ടപ്പെടുന്നു, സമസ്തയാണ് പ്രാധാന്യത്തോടുകൂടി അവർ ആശയപരമായി കാണുന്നത് അവരാണ്. അപ്പോൾ അവർ ആ നിലക്ക് ചിന്തിക്കുന്ന ആളുകളുള്ളിടത്ത് ആ നിലക്കുള്ള ആളുകളൊന്നും അതല്ലാത്തവർ ചിന്തിക്കുന്നിടത്ത് അതും വന്നു. അതിൻ്റെ അർത്ഥം എന്താ, ഈ മാനുവൽ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഭൂരിപക്ഷം ആർക്ക് വേണമെന്നുള്ളത് തീരുമാനിക്കേണ്ടത് അവിടെ കൂടിയ ആളുകളാണ്. കൂടിയ ആളുകളുടെ മനോഭാവം അനുസരിച്ച് അത് തീരും. അത് ജനാധിപത്യപരമാണെന്നുള്ളതിനെ കൂടുതൽ ഉറപ്പാണ്. അതായത് അതില്ലായിരുന്നുവെങ്കിൽ ഈ മാനുവൽ പ്രകാരം ഇന്ന ആളുകളൊക്കെ പുറത്തു പോകണമെന്ന് പറയണമല്ലോ. അപ്പോൾ ജനാധിപത്യപരമായ ഒരു കീഴ്വഴക്കം ശരിയായ രീതിയിൽ വന്നു. ഒന്ന്. രണ്ടാമത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി തർക്കങ്ങൾ ഉണ്ടാണെങ്കിൽ അത് പരിഹരിക്കേണ്ട ഉസ്താദുമാരാണ്. അതിന് ഉസ്താദുമാർ ഏൽപ്പിക്കപ്പെട്ട മുഷാവറയുടെ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിരുന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ എന്ന നിലക്ക് MT ഉസ്താദാണ് റിട്ടേണിംഗ് ഓഫീസറായത്. ഇനി റിട്ടേണിംഗ് ഓഫീസർക്ക് സമ്മതമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ആളെ ഏൽപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് അസൗകര്യമുണ്ടായി. സമ്മതമല്ല എന്നല്ല, സമ്മതമല്ലെങ്കിൽ എന്താ വേണ്ടത്, പിന്നെ മറ്റൊരാളെ ഏൽപ്പിക്കപ്പെടാൻ പാടില്ല. അപ്പോൾ ഇത് പിന്നെ പുത്തനേഴ് ഉസ്താദിനെ ഏൽപ്പിച്ചു. എന്നിട്ട് ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായ വളരെ സുതാര്യമായ ശൈലിയാണ്. ഇത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് നടന്ന കോടതിയിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ആ ഇഞ്ചക്ഷൻ വേണ്ട മാതിരി കോടതിക്ക് അത് വേണ്ടത്ര മനസ്സിലാകാത്തതുകൊണ്ടാണല്ലോ കോടതിയെ തള്ളിക്കളഞ്ഞത്. അപ്പോൾ അതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് വളരെ സുതാര്യമായ രീതിയിൽ തന്നെ ഇനി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ ഒക്കെ പരിഹരിക്കാനാണുള്ളത്. നമ്മുടെ ബോഡി, ഉയർന്ന ബോഡിയിലെ ഉസ്താദുമാരുമായി ബന്ധപ്പെട്ടത് പരിഹരിക്കാമല്ലോ. സംഘടനാപരമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ എല്ലാ സംഘടനകളുടെയും തിരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, ഉണ്ടാവാമല്ലോ, സ്വാഭാവികമല്ലേ. അത് മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ ഈ മാനുവലിനെ എതിർക്കുകയും പിന്നെ എന്നാൽ ആ മാനുവൽ അനുസരിച്ച് ഭാരവാഹികളായിരിക്കുകയും ചെയ്യുക എന്നുള്ളൊരു വൈരുദ്ധ്യം. ഞാൻ സാധാരണ പാരഡോക്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അതെ, കോൺട്രഡിക്ഷൻ എന്നും പറയും. അതെ, വൈരുദ്ധ്യമാണ്. അതിൽ വ്യക്തി താല്പര്യങ്ങൾ ഉണ്ടാവാതെ പിന്നെ എങ്ങനെയാണ് സംഭവിക്കാം? അങ്ങനെ സംഭവിക്കണമെങ്കിൽ അത് വേണം. നമ്മളുടെ ഈ ത്രയങ്ങളിൽപ്പെട്ട പാണക്കാട് സാദാത്യങ്ങൾക്കെതിരിൽ ഭയങ്കരമായ ആക്ഷേപങ്ങൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും പാണക്കാട് ചെയ്ത റഷീദ് അലി ശിഹാബ് തങ്ങൾക്കെതിരിലും സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരിലും ഭയങ്കരമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ വ്യക്തിഹത്യകൾ നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് അങ്ങനെ ഒരു സമുദായത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് പാണക്കാട് സാദാത്യങ്ങളെ ആക്രമിക്കാൻ സാധിക്കുന്നത്? അതിനെങ്ങനെയാണ് ഉസ്താദ് നോക്കിക്കാണുന്നത്? വലിയ അപകടമല്ലേ? വലിയ അപകടം എന്ന് പറഞ്ഞാൽ ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് സാദിഖ് തങ്ങൾക്ക് മുമ്പുള്ളവരൊന്നും ഇങ്ങനെയായിരുന്നില്ല. ഈ വാദം 89-ൻ്റെ ബ്ലൂ പ്രിൻ്റാണ്. 89-ലെ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയാൻ കാരണം പൂക്കോയ തങ്ങൾ വരെയുള്ളവർ ഒക്കെ ആയിരുന്നു, മുഹമ്മദ് ശിഹാബ് തങ്ങളാണ് മോശം. അതിന് വേണ്ടി ഒരുപാട് ഉദാഹരണങ്ങൾ ജാമിഉൽ അസ്ഹറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു അല്ലാതെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നിപ്പോൾ നമ്മൾ ഓർമ്മപ്പെടുത്തില്ല. അന്നത്തെ കാലത്ത് ഓർക്കണവർക്കറിയാം അത്തരം കാര്യങ്ങളെക്കുറിച്ച്. പക്ഷേ തങ്ങളെന്തായിരുന്നു എന്നും തങ്ങളുടെ സംഭാവന എന്തായിരുന്നു, തങ്ങളുടെ വഫാത്തിൻ്റെ സമയത്തൊക്കെ ഉള്ള നമുക്ക് ഹൃദയനിർഭരമായി പറയാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളൊക്കെ തങ്ങളുടെ ഭാഗത്ത്, അത് മറ്റുള്ള ഉമർ ശിഹാബുകൾ, ഹൈദർ ശിഹാബുകൾക്കൊക്കെ. ഇനി ഈ ഹൈദർ ശിഹാബുകൾ വരെ അങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോഴും എനിക്കൊക്കെ എൻ്റെ അനുഭവങ്ങളുടെ ഒരു ജീവിതാനുഭവം ഉണ്ടല്ലോ. അതായത് ചില സമയത്ത് സമസ്ത ജമിയത്തുൽ-ഉലമയുടെ ഉസ്താദുമാരുടെ അഭിപ്രായങ്ങളെ ചില കാര്യങ്ങളിൽ വിയോജിപ്പുകൾ ഹൈദരലി തങ്ങൾക്ക് തന്നെ ഉണ്ടായ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, വളരെ ശക്തമായിട്ടും ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ടാകുമ്പോൾ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് അതിനെ പരിഹരിക്കാനുള്ള ഒരു നേതൃത്വ ഗുണം നമ്മുടെ ഉസ്താദുമാരും അതുപോലെ തന്നെ തങ്ങന്മാരും ഇരുന്ന് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അനുഭവമാണ്, എൻ്റെ ചർച്ചകളുടെയും എൻ്റെ ജീവിതാനുഭവമാണ്. നമ്മൾ നേരിട്ട് കണ്ടതും നമ്മൾ അനുഭവിച്ചതുമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്.
അവിടെ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ കുട്ടികൾ വിചാരിക്കണ മാതിരി അങ്ങനെ തങ്ങൾ വരച്ച വരയിൽ നിന്നിട്ടുള്ളതൊന്നുമില്ല. വരച്ച വര എന്ന് പറയാൻ പറ്റിയൊരു വരയല്ല എന്ന് വരക്കൽ. അന്ന് ഉസ്താദുമാരും ഇവരും തമ്മിലൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില വിഷയങ്ങൾക്കൊക്കെ അത്തരം ഇതൊക്കെ ഉണ്ടായിട്ടൊക്കെ തന്നെ ഉണ്ട്. ഉണ്ടാവുമ്പോൾ പിന്നെ അത് പരിഹരിക്കാനുള്ള ചില ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അതിന് ആ ചർച്ചകൾക്കൊടുവിൽ എന്താണോ അതിൻ്റെ ഫലമായിട്ട് റിസൾട്ട് വരുന്നത്, ആ റിസൾട്ട് എല്ലാവരോടും അംഗീകരിച്ചാണ് പോരും. ഇതാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുണ്ടാവുന്നത് ചിലപ്പോൾ തങ്ങളുടെ താല്പര്യവും അവിടെ ജയിച്ചു നിൽക്കുക, അല്ലെങ്കിൽ ഉസ്താദന്മാരുടെ താല്പര്യവും അവിടെ ജയിച്ചു നിൽക്കുക, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഉസ്താദന്മാർ ഇന്നാണ് പറഞ്ഞപ്പോൾ തങ്ങളാണ് കേട്ടു എന്നൊന്നും അല്ല അവിടെ ഉണ്ടായിട്ടില്ല. തങ്ങൾ അതിനൊക്കെ ചിലപ്പോൾ മറികടന്ന് നിൽക്കുന്ന ചില അഭിപ്രായങ്ങളൊക്കെ ചില സമയങ്ങളിൽ പറയുമ്പോൾ അത് പരസ്പരം അത് ധാരണയിലേക്ക് എത്തുന്ന പല ഘട്ടങ്ങളും. ഇപ്പോൾ SKSFൻ്റെ തന്നെ ചില കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് തന്നെ നേരിട്ട് പല അനുഭവം ഉണ്ടായിട്ടുണ്ട്. തിരിച്ച് തങ്ങളെ പിന്നെ പോയി ഇരുന്ന് വർത്താനം പറഞ്ഞാൽ അത് വേറെ ഇതിലേക്ക് നമുക്ക് അങ്ങനെ കൊണ്ടുവരാനൊക്കെ പറ്റാറുണ്ട്. തങ്ങളെ നമ്മളെ അനുഭവം ഒരു തങ്ങളുടേതായിട്ടുള്ള എൻ്റെ ഒരു ജീവിതാനുഭവം ഓർമ്മയൊക്കെ അങ്ങനെ പലതും ഉണ്ട്. ഈ ഇവർ പറയണ പോലെ അത് സാദിഖലി ശിഹാബ് അടുത്ത് നമ്മളങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയും പറഞ്ഞൊക്കെ വരുമ്പോൾ ആ കാര്യങ്ങൾ അങ്ങനെ അംഗീകരിക്കലാണ് പതിവ്. ഇതല്ലാതെ തങ്ങൾ ഇതിനൊന്നും ധിക്കരിച്ചിട്ടില്ല, നമ്മുടെ അനുഭവത്തിനും ധിക്കരിച്ചിട്ടില്ല. പിന്നെ ഇപ്പോഴുള്ള നിലവിലുള്ള ഈ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്ന വിധത്തിലുള്ള ഒരു പല നിലക്കുള്ള മധ്യസ്ഥ ചർച്ചകൾ നടന്നു. ചർച്ചകൾ പലതും തങ്ങൾ എന്താണ് യാതൊന്നും ആലോചിക്കാതെ തന്നെ ഒപ്പിട്ട് കൊടുത്ത സന്ദർഭങ്ങളുണ്ടായി. പിന്നെയും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പ്രശ്നങ്ങളിൽ എന്തൊക്കെയാണ് ചർച്ച എന്നുള്ള ഉള്ളടക്കമൊക്കെ ഉസ്താദന്മാരും അവരും ഇതിനും തീരുമാനിക്കേണ്ട കാര്യമാണ്. നമുക്കതിൽ സേ ഇല്ല. നമുക്ക് സേ ഉണ്ടാവാതിരിക്കണം എന്നുള്ള നമ്മുടെ അഭിപ്രായം. അത് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ തീരുന്നത് എന്നാണോ അന്ന് മാത്രമേ നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ള അവകാശമുള്ളൂ. അതിനും പറഞ്ഞു പോയതും പറയുന്നതുമാണ് ഏറ്റവും വലിയ തെറ്റും. അപ്പോൾ അതൊക്കെ വച്ചിട്ട് തങ്ങളെ വിചാരണക്കൂട്ടിൽ നിർത്തുന്നത് അത് വലിയ അപകടമാണ്. അത് ഈ പറഞ്ഞ ദൃശ്യത്തിൽ തങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണത്തിൽ പറഞ്ഞതിൻ്റെ കാര്യത്രേ ഉള്ളൂ. ഈ പത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ കഴിഞ്ഞ 2 വർഷം മുമ്പ് 1 വർഷം മുമ്പുള്ള ഇറങ്ങിയ വീഡിയോ ആണ് എന്ന് തങ്ങൾ പറഞ്ഞു. എനിക്കതിനെക്കുറിച്ച് ഞാൻ പരിശോധിച്ചിട്ടില്ല. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ അത് വലിയ തെറ്റുവാണല്ലോ. കാരണം വെച്ചാൽ പാണക്കാട്ടെ വലിയ തങ്ങളുടെ ഒരു വീഡിയോ ഈ വർഷമായിട്ട് തന്നെ വരണ്ടേ? അല്ലെങ്കിൽ അത് തെറ്റായ ഒരു മെസ്സേജ് അല്ലേ? അത് തങ്ങളെ അത്രയൊക്കെ വില കാണിക്കുന്നുള്ളൂ എന്നുള്ള മെസ്സേജ് പോവല്ലേ? ആ മെസ്സേജ് തെറ്റല്ലേ? ആ മെസ്സേജ് ശരിയല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ രോഷപ്രകടനം സ്വാഭാവികമായിട്ട് തങ്ങളുടെ ഭാഗത്തുനിന്ന് അതിന് തിരിച്ചു വർത്തമാനം പറയൽ നമ്മൾ ഇതുവരെ പഠിച്ച പാരമ്പര്യമല്ല. ഇതിനേക്കാൾ രൂക്ഷമായ ഇതിനേക്കാൾ ശക്തമായ ഭാഷയിൽ പാണക്കാട്ട് ചില സമയങ്ങളിൽ നമ്മളോടൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. എൻ്റെയൊക്കെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ടായ സന്ദർഭങ്ങളിൽ അത് കുറച്ച് കഴിയുമ്പോഴോ അല്ലെങ്കിൽ അല്പം നേരം കഴിഞ്ഞവിടെ ഇരുന്നോ അതൊക്കെ പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു അതവ് അവർ നമ്മുടെ പിതാക്കളെ പോലെ നമ്മൾ കണ്ടുകൊണ്ട് അത് ചെയ്തതാണ് നമ്മുടെയൊക്കെ പാരമ്പര്യം. അതിനിയും തുടരുന്നതിന് പകരം എവിടെയെങ്കിലും വീഡിയോ റൂമിലിരുന്ന് അവരാവശ്യമില്ലാത്ത കുളിച്ച് പറഞ്ഞാൽ എവിടെയൊക്കെ പോകാനുള്ള പോക്കാണ്. അത് അബദ്ധമാണ്, മഹാബദ്ധമാണ്. അത് ചരിത്രവും പാരമ്പര്യവും അറിയാത്ത പുതിയ ടീമിൻ്റെ ഒരു വഴിയാണ്. നമ്മളിത് അനുഭവിച്ചു പോകുന്ന ചരിത്രമാണ്. ഇതാരും നമുക്കൊന്നും പുസ്തകം വായിക്കേണ്ട ആവശ്യം ഈ വിഷയത്തിലില്ല. പാണക്കാട് സയ്യിദന്മാരെന്ന് പറഞ്ഞാൽ സമുദായത്തിൻ്റെ നേതൃത്വമാണ്. അവരെ അവമതിക്കുക എന്ന് പറഞ്ഞാൽ സമുദായ നേതൃത്വത്തെ അല്ലെങ്കിൽ സമുദായത്തിൽ തീർച്ചയായും അതായത് ഈ ഭദ്രമായ സാമൂഹിക കെട്ടുറപ്പിനെ ബാധിക്കുക തന്നെ ചെയ്യും. അത് ബാധിക്കണമെന്ന ആരുടെയോ താല്പര്യങ്ങൾ ആരോ വഴി നടപ്പിലാക്കുന്നു എന്ന് മാത്രമല്ല, അത് വേറൊന്നും ഇതിനകത്തില്ല. അതിനെ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ആ തിരിച്ചറിവാണ് ഇനി ഉമ്മത്തിന് വേണ്ടത്. ആ തിരിച്ചറിവിലൂടെ സമുദായം ഇനിയും ഭദ്രമായിട്ട് പോകും. ഈ പറയുന്ന ഈ തിരയിളക്കൊന്നും തിരയുടെ ഇളക്കം മാത്രമായിട്ട് കൊടുക്കും. കാരണം വെച്ചാൽ അത് 1-2 തിര മാത്രമാണ്. സമുദ്രം ഒരുമിച്ച് പാണക്കാട്ടും സമസ്തക്കൊപ്പം നിൽക്കും. ഇൻഷാ അല്ലാഹ്.